വേറൊരു സംഭവം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. മോഹൻലാലിന് എയ്ഡ്സ്. സുഹൃത്തുക്കളെ, നമ്മുടെ മോഹൻലാലിന് എയ്ഡ്സ്, ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, എന്റെ നെഞ്ച് കയറണ്ട. ഇങ്ങനെയൊക്കെ തമ്പനയിൽ ഇട്ട് കഴിഞ്ഞാല് ഒരു വീഡിയോ കാണാൻ എത്ര ആൾക്കാരുണ്ടാവാം? നിങ്ങൾക്ക് ആ തമ്പനയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് കാണുന്നതായിരിക്കും? ഒരുപാട് പേര് അത് കാണാനുണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അതിൽ അത്ഭുതപ്പെട്ട് നിൽക്കരുത്. നോക്കൂ, നോക്കൂ, സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് യഥാർത്ഥത്തിൽ എന്താണ് രോഗം എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് സ്റ്റാർ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി, ഈ ചങ്ങാതി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത് എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു. ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയാന്നുള്ളതാണ്. അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ 1.15 ലക്ഷം സബൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ എന്തൊക്കെയാണോ ഇദ്ദേഹത്തിന്റെ ചാനലിലെ കാര്യങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്നതാണ്. അതെന്തായാലും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഒന്നാമത്തെ കാര്യങ്ങള്, നടനെയും മറ്റാളുകളെയൊക്കെ പറ്റിയിട്ട് എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും വിചാരിക്കുന്നു. പറയുന്ന ഒന്നാമത്തെ കാര്യം, തുണിയുടുക്കാനും ബാക്കി ഞാൻ വായിക്കുന്നില്ല. മോഹൻലാലിന് എയ്ഡ്സ്, ICUവിൽ. അത് 2.3 ലക്ഷം ആൾക്കാരാണ് അത് കണ്ടിട്ടുള്ളത്. അതിന് താഴത്ത് സുന്ദരിയോടൊപ്പമുള്ള ചെന്നൈ ബസ് യാത്ര ആഘോഷമാക്കിയ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി. നടികൾ എങ്ങനെ ഫേമസ് ആയി എന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ഫേസ് രഹസ്യ ബന്ധങ്ങൾ കേട്ടാൽ നാണിച്ച് തല താഴ്ത്തും. ഇതൊക്കെ ഞാൻ കേട്ട് ഞാനിത് എന്താന്ന് നമ്മളൊന്ന് തപ്പി നോക്കളെ, എന്താ ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് എന്താ തപ്പി നോക്കാണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പരസ്യമാണ്, എൻ്റെ പണിയാവും. അത് വേണ്ട. ഇതിൽ എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ എനിക്ക് കയറി നോക്കിയപ്പോഴാണ് ഏറ്റവും രസം, ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. ഇങ്ങനെ ഈ ചെങ്ങാതി ഇതേപോലത്തെ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഏകദേശം അദ്ദേഹത്തിന് ചെറുതായിട്ടൊക്കെ പണി കിട്ടിയോ തോന്നുന്നു. കാരണം ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് എന്താണ് ഒരു മനുഷ്യൻ, മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ, നമുക്കറിയാം അദ്ദേഹം പനിയായിട്ട് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആയി. അത് 2-3 ദിവസമുള്ള, അതിന് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആ ചെങ്ങാതി അധിക ദിവസം ഒന്നും കെടുക്കുകയും ചെയ്തില്ല. അദ്ദേഹം ഇറങ്ങിയിട്ട് എന്തൊരു ഗംഭീര പ്രോഗ്രാം നടക്കുന്നുണ്ട് മനോരമയുടെ. ആ പ്രോഗ്രാമിൽ ഡാൻസ് കളിക്കാൻ പോയി എന്നൊക്കെ പറയാം. ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ വെറും പനിയായി കിടന്ന ആ ഒരു മനുഷ്യന് വെച്ചിട്ട് എല്ലാവരും മോഹൻലാൽ, ലാലേട്ടന് പനി പിടിച്ചിരിക്കുന്ന കിടപ്പിലാണ്, 5 ദിവസം വിശ്രമിക്കാൻ പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങരുത്, ആൾക്കൂട്ടത്തിൽ ഇറങ്ങരുതൊക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നീ സംഗതികളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ രസകരമായിട്ട് എന്ന് വെച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നമ്മുടെ പലപ്പോഴും മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളൊക്കെ വരുന്നെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു സംശയമില്ല കേട്ടോ, അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാടുണ്ടായി. ഈ നടികളുടെ രഹസ്യബന്ധങ്ങൾ കേട്ടാൽ നാണിച്ച് തല താഴ്ത്തുന്ന പറയുന്ന സംഗതി കണ്ട ആൾക്കാർ 1 ലക്ഷം ആളുകളാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകൻ നമിത പരമരഹസ്യം പറയാം, നടിയുടെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്ത് നമിതയുടെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതില് 10,000 പേര് കണ്ടിട്ടുണ്ട്, ചിലത് 5.6 ലക്ഷം പേര്. അറബിക് ഭാര്യയെ കാഴ്ചവെച്ച് കോടികൾ സമ്പാദിച്ച മലയാളി. ഇത് വെറുതെ അങ്ങോട്ട് പറയാണ്, എന്തെങ്കിലും കഥകളൊക്കെ ഇരുന്നങ്ങോട്ട് പറയാ, പക്ഷേ അത് കേൾക്കാൻ ആളുകൾ ഉണ്ടെന്നാണ്. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി നക്ഷത്രയെ എന്തൊക്കെയോ അസഭ്യം പറഞ്ഞിട്ട് അവസാനം ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് മാപ്പിരക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോസുകൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസുകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ അത് മനസ്സിലായി എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തമ്പനിലിട്ട് ഈ ചെങ്ങാതി എന്ത് ചെയ്യണമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെയായാലും അതിഗുരുതരമായിട്ടുള്ള ഇത്തരം തമ്പനിലുകളൊക്കെ ഇനിയിപ്പോ എല്ലാതും ഇങ്ങനെ പലയിടത്തും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളുകളും കൈ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന, ചെകുത്താന് പണി കിട്ടിയ മാതിരി. അതുപോലെ ഈ ചെങ്ങാതിക്ക് ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്, ഒരു പക്ഷേ ഇതോട് കൂടിയിട്ട് നിങ്ങളെല്ലാവരും എന്ത് വന്നാലും ഈ ഒരു ചാനൽ കൂടി കയറി നോക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഈ ലോകത്തൊക്കെ തന്നെയുള്ള ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്.
ബൈ.